ഹലോ 2026 സ്റ്റാർട്ട് ആവാറായി അല്ലേ? ഇതുവരെയായിട്ടും ഒരു വിഷൻ ബോർഡിനെ പറ്റി ചിന്തിക്കാതിരിക്കുന്ന ആളുകളാണോ നിങ്ങൾ? ഒരു വിഷൻ ബോർഡ് ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളത് ലൈഫിലെ ശരിക്കും ഒരു നഷ്ടമാണോ? യെസ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വിഷൻ ബോർഡിനെ പറ്റിയാണ്. വിഷൻ ബോർഡിനെ പറ്റി അറിയാത്ത ആളുകൾ ആരും ഇന്ന് ഉണ്ടാവില്ല. എല്ലാവർക്കും ഏറെക്കുറെ കുറെ കാര്യങ്ങൾ അറിയുന്നുണ്ടാവും. പക്ഷെ കുറെ ഡൗട്ടുകൾ ഉണ്ടായിരിക്കും. എന്താണ് വിഷൻ ബോർഡ്? ശരിക്കും ഇത് വർക്ക് ആവുമോ? ഇത് നമ്മുടെ ലൈഫിൽ നടക്കാത്ത കാര്യങ്ങൾ എങ്ങനെ ഒരു വിഷൻ ബോർഡ് സെറ്റ് ചെയ്യുന്നത് കൊണ്ട് നടക്കുന്നത്? ഇതൊന്നും വർക്ക് ആവില്ലെന്ന് വിചാരിച്ച് മാറി നിൽക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ടായിരിക്കും. ചില ആളുകൾ ഇഷ്ടമുള്ള ആഗ്രഹങ്ങളും ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ കൂടി കൂട്ടി വെച്ച് അടുത്ത വർഷം എന്തായാലും നടക്കും എന്ന് പറഞ്ഞ് വിഷൻ ബോർഡ് സെറ്റ് ചെയ്തിട്ടുള്ള ആളുകളുണ്ടായിരിക്കും. ആക്ച്വലി ഇത് വർക്ക് ആവോ ഇല്ല എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. എന്താണ് വിഷൻ ബോർഡ്, എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ പിന്നിലുള്ള സയൻസ് എന്താ, അതുപോലെ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, പ്രോപ്പർ ആയിട്ട് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത്. വിഷൻ ബോർഡ് സെറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് കുറെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ ഇത് പ്രോപ്പർ ആയിട്ട് എങ്ങനെയാണ് സെറ്റ് ചെയ്യാന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. ആക്ച്വലി ഈ വിഷൻ ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമില്ല, നമ്മുടെ ഗോൾസിന്റെ, നമ്മുടെ ഡ്രീംസിന്റെ, നമ്മുടെ സ്വപ്നങ്ങളുടെ, ആഗ്രഹങ്ങളുടെ ഒരു പിക്ചർ റെപ്രസെന്റേഷൻ അല്ലെങ്കിൽ വിഷ്വൽ റെപ്രസെന്റേഷൻ ആണ് എന്ത് വിഷൻ ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് ആക്ച്വലി കുറെ ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും. അവിടെ പോകണം, ഇവിടെ പോകണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ? ഒരുപാട് ഗോൾസ് ഉണ്ടായിരിക്കും. അതൊക്കെ നമ്മുടെ മൈൻഡിൽ കിടന്ന് കളിക്കുന്നുണ്ടായിരിക്കും. ആ കാര്യങ്ങളൊക്കെ ഒരു വിഷ്വൽ റെപ്രസെന്റേഷൻ ആയിട്ട് വെക്കുക എന്നുള്ളതാണ് എന്ത് വിഷൻ ബോർഡിന്റെ ബേസിക് പ്രിൻസിപ്പൽ എന്ന് പറയുന്നത്. ഇത് എന്തിനാന്ന് വെച്ചാല് ആക്ച്വലി ഇത് നമ്മുടെ ബ്രെയിനിന് കൊടുക്കുന്ന ഒരു പ്രോപ്പർ ഡയറക്ഷൻ ആണ്. നമ്മുടെ ബ്രെയിന് ഒരു ദിവസം ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ട്. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ രാത്രി ആവുന്ന വരെ തന്നെ ഒരു ഡ്രീമിൽ നിന്ന് അടുത്ത ഡ്രീമിലോട്ട്, അടുത്ത ഡ്രീമിൽ നിന്ന് അടുത്ത ഡ്രീമിലോട്ട് ഒരുപാട് ഗോൾസ് ഉണ്ട്. ഒരു ദിവസം തന്നെ ഇത്രയും കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഒരു വർഷം എത്രത്തോളം കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും. അതിനിടയിൽ പ്രോപ്പർ ആയിട്ട് എന്താ വേണ്ടെന്നുള്ളത് ഈ ബ്രെയിൻ ഇയാൾക്ക് കൺഫ്യൂഷൻ ആവും. അപ്പൊ ഇയാളെ കൺഫ്യൂസ്ഡ് ആക്കുക എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ബ്രെയിനിനെ കൺഫ്യൂഷന് രക്ഷിച്ച് ഒരു പ്രോപ്പർ ഡയറക്ഷൻ കൊടുക്കുക എന്നുള്ളതാണ് വിഷൻ ബോർഡിന്റെ ഒരു ബേസിക് പ്രിൻസിപ്പൽ എന്ന് പറയുന്നത്. ഓക്കെ. ഇത്തരത്തിൽ ബ്രെയിനിന് ഒരു പ്രോപ്പർ ഡയറക്ഷൻ കൊടുക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ തന്നെ ബ്രെയിൻ അതിനെ ക്യാപ്ചർ ചെയ്യും. ബ്രെയിൻ അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ബ്രെയിൻ അതിനെ ആ വിഷ്വൽസ് ക്യാപ്ചർ ചെയ്യും. നമ്മൾ അറിയാതെ തന്നെ ബ്രെയിൻ അതിനു വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. ഓക്കെ. അതിനു വേണ്ടി നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ചില ആളുകളുണ്ടാവും, 2026 ആവാറായി, 25 ലാസ്റ്റ് ആയി, ഇന്ന് മുതൽ ഒരു വിഷൻ ബോർഡ് സെറ്റ് ചെയ്യാം. ഓക്കെ, എനിക്ക് അവിടെ പോകണം, ഇവിടെ പോകണം, ഒരുപാട് പൈസ വേണം, അത് വേണം, ഇത് വേണം. നമ്മൾ ഇരുന്ന ആഗ്രഹങ്ങൾ ചിന്തിച്ചു കൂട്ടി ഒരു വിഷൻ ബോർഡായി സെറ്റ് ചെയ്യാണ്. അങ്ങനെയല്ല ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും ഇത് വർക്കാവില്ല. നമ്മളൊന്ന് ഈ വിഷൻ ബോർഡ് സെറ്റ് ചെയ്യുന്നതിന് മുന്നേ എന്തായാലും 2026 സ്റ്റാർട്ട് ആവാറായല്ലോ. ഇത് പ്രോപ്പർ ടൈമാണ്. ഇപ്പൊ നമുക്ക് സമയമുണ്ട്. ഇനിയും കുറച്ച് ദിവസങ്ങളുണ്ടല്ലോ. അപ്പൊ നമുക്ക് എന്തായാലും അത്യാവശ്യം സമയമുണ്ട്. ഇന്ന് തന്നെ ഇരുന്ന് ആലോചിക്കുക. എന്താണ് ആലോചിക്കേണ്ടത്, എന്ത് വേണം എന്നല്ല ആലോചിക്കേണ്ടത്. അതിനു മുന്നേ നമ്മൾ തന്നെ നമ്മളെ ലൈഫ് നമ്മളൊന്ന് ഓഡിറ്റ് ചെയ്യാം. മീൻസ് നമ്മുടെ ലൈഫിൽ ഇതുവരെ നടന്നിട്ടുള്ള കാര്യങ്ങൾ എന്താണ്, അതായത് ഇപ്പോൾ കരിയറിന്റെ കാര്യത്തിൽ നമ്മൾ എത്ര പെർസെന്റേജ് സാറ്റിസ്ഫൈഡ് ആണെന്നുള്ള കാര്യം ഒന്ന് നോക്കാം. ഇപ്പൊ ഒരു 20,000 സാലറി മേടിക്കുന്ന ഒരാളാണെന്ന് വിചാരിച്ചോ. അല്ല, 20,000 ഹാപ്പി ആണെന്നുണ്ടെങ്കിൽ കരിയറിന്റെ കാര്യത്തിൽ നമ്മൾ എന്താണ് 100% സക്സസ്ഫുൾ ആണ്. അതായത് നമുക്ക് 10ല് കരിയറിന് നമുക്ക് 10 മാർക്ക് കൊടുക്കാം. എക്സാമ്പിൾ ആണ് പറഞ്ഞത്. അങ്ങനെ കരിയറിന്റെ കാര്യം ഇപ്പൊ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണെന്നുണ്ടെങ്കിൽ 10 മാർക്ക്, അല്ല സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മാർക്ക് കുറക്കാവുന്നതാണ്. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന സാലറി ഒരു 1.5 ലാക്കോ 2 ലാക്കോ ഒക്കെയാണ്. ഇപ്പൊ നമുക്ക് 20,000 സാലറി ഉള്ളതെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് മാർക്ക് ചെയ്യാം. അതായത് 10ല് നമുക്ക് 2 മാർക്ക് കൊടുക്കാം. അങ്ങനെ മാർക്ക് ചെയ്യാം. ഇത് കരിയറിന്റെ കാര്യം മാത്രമല്ല, പഠിക്കുന്ന പിള്ളേരാണെന്നുണ്ടെങ്കിൽ സ്റ്റഡീസിന്റെ കാര്യം നോക്കാം, അതുപോലെ സോഷ്യൽ റിലേഷൻഷിപ്പിന്റെ കാര്യം നോക്കാം, ദെൻ നമ്മുടെ പേഴ്സണൽ റിലേഷൻഷിപ്പിന്റെ കാര്യം നോക്കാം, ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യമായിട്ടും അങ്ങനെ ഒരുപാട് ലൈഫിലെ എല്ലാ കാര്യങ്ങളുടെയും ഒരു അനലൈസ് ചെയ്യുക. നമ്മൾ ഓഡിറ്റ് ചെയ്യുക. ഇപ്പൊ നമ്മൾ നിൽക്കുന്ന സ്റ്റേജ് ഏതാന്നുള്ള കാര്യം. അപ്പൊ നമുക്ക് മനസ്സിലാവും. ഹെൽത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. പലരും വിട്ടുപോകുന്നത് നമ്മുടെ ഹെൽത്ത് നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതെന്തായാലും ഹെൽത്തിൽ നമ്മൾ എത്ര പെർസെന്റേജ് സക്സസ്ഫുൾ ആണെന്നുള്ള കാര്യം നോക്കണം. ഓക്കെ. അപ്പൊ ലൈഫിൽ ഓരോ കാര്യങ്ങളും ഇങ്ങനെ എത്ര മാർക്ക് കൊടുക്കുക എന്നുള്ളത് നമ്മളൊന്ന് ഓഡിറ്റ് ചെയ്തിട്ട് ഒരു മാർക്കിട്ട് വെക്കാം. അപ്പൊ നമുക്ക് മനസ്സിലാവും ഇതിന് ഇംപ്രൂവ് ചെയ്യേണ്ടത് എവിടെയാണ്, നമ്മൾ കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യേണ്ടത് എവിടെയാണ്, കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത് എവിടെയാന്നുള്ളത് നമുക്ക് തന്നെ സ്വയം മനസ്സിലാവും. ഓക്കെ. ഇത്തരത്തിൽ മാർക്കിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിനു വേണ്ടി വർക്ക് ചെയ്യാൻ പറ്റും. വർക്ക് ചെയ്യുമ്പോഴും നമ്മൾ എത്രത്തോളം അതിന് വർക്ക് ചെയ്യണം, എത്ര എഫേർട്ട് ഇടണം എന്നുള്ളത് നമുക്ക് മാത്രം അറിയാവുന്ന ഒരു കാര്യമാണ്. ഒരിക്കലും നമ്മളൊരു വിഷൻ ബോർഡ് ഉണ്ടാക്കുന്നതോ ഗോൾ സെറ്റ് ചെയ്യുന്നതോ ഒന്നും വേറൊരാളെ കമ്പയർ ചെയ്തുകൊണ്ടാവരുത്. നമുക്ക് എന്താ വേണ്ടുന്നില്ല, പ്രോപ്പർ ആയിട്ടുള്ള വിഷൻ, ക്ലിയർ ആയിട്ടുള്ള ഗോൾ നമ്മുടെ ഉള്ളിൽ വേണം. ആ ഉള്ളിലുള്ള സംഭവമാണ് നമ്മൾ ഒരു പിക്ചർ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ.
അപ്പൊ കമ്പയർ ചെയ്യാതെ സ്വയം എന്താണോ വേണ്ടതെന്നുള്ളത് സ്വയം ചോദിക്കുക. നേരത്തെ നമ്മൾ മാർക്കിട്ട് വെച്ചിട്ടുണ്ട്, അതിന്ന് എത്രത്തോളം ഇംപ്രൂവ്മെന്റ് വേണം എന്നുള്ള കാര്യം സ്വയം അനലൈസ് ചെയ്യുക. ഓക്കെ, ദെൻ അതിനു വേണ്ടി വർക്ക് ചെയ്യുക. ഇനി അതിനു വേണ്ടി വർക്ക് ചെയ്യുന്ന സമയത്തും ഇപ്പൊ നമ്മുടെ കറന്റ് സാലറി, എക്സാമ്പിൾ പറയാണ്, കറന്റ് സാലറി 20,000 ആണ്. അടുത്ത വർഷം ആകുമ്പോഴേക്ക് എനിക്കൊരു 3 lakh സാലറി വേണം, പെട്ടെന്നൊരു ഗ്രോത്ത്, അല്ലെങ്കിൽ ഒരു 5 lakh സാലറി വേണം. നമ്മൾ ആ ഒരു വിഷനാണ് നമ്മൾ ആലോചിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു വിഷൻ ബോർഡിൽ അങ്ങനെ ഒരു ഗോളാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്നതെങ്കിൽ മേ ബി അത് നടന്നോളണമെന്നില്ല. കാരണം ചിലപ്പോൾ നമ്മുടെ ബ്രെയിൻ തന്നെ പറയുന്നുണ്ടായിരിക്കും നടക്കില്ല നടക്കില്ല, നമ്മുടെ മനസ്സ് പറയാണ് അത് നടക്കില്ല എന്നുള്ള കാര്യം പറയാണ്. പക്ഷെ നമ്മുടെ ഉള്ളിലുണ്ട്, ഏറ്റവും ബേസിക് ആയിട്ട് നമ്മുടെ ഉള്ളിലുണ്ട് ഇത് നടക്കില്ല, ഈ 20,000 ഒരു 5 lakh സാലറിയിലോട്ട് പെട്ടെന്നൊരു ചാട്ടം നടക്കില്ലെന്ന് നമ്മുടെ ഉള്ളിലുണ്ട്. പക്ഷെ നമ്മൾ അത് എഴുതി വെക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വിഷൻ ബോർഡ് ഒരിക്കലും നടക്കില്ല, വർക്കാവില്ല. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ മനസ്സിൽ ആദ്യം എന്താണ് നമുക്ക് വേണ്ടത് നമ്മൾ ചിന്തിച്ചു, അത് നടക്കോ ഇല്ല എന്നുള്ള പ്രോപ്പർ ആയിട്ടുള്ള ഒരു, നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു കാര്യം ഉണ്ടല്ലോ. അങ്ങനെയൊന്നുമില്ല, എല്ലാ കാര്യങ്ങളും വിചാരിച്ച് തന്നെ എത്തിപ്പെടാം. ഇപ്പൊ മനസ്സ് പറയുന്നത് നടക്കില്ല എന്ന് പറയാന്നുണ്ടെങ്കിൽ നമ്മുടെ ലിമിറ്റേഷൻസ് എന്താ. ഇപ്പൊ നമുക്ക് വേണ്ടത് ഒരു 5 lakh സാലറി ആണെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മുടെ ലിമിറ്റേഷൻസ് എന്താ, എന്തുകൊണ്ട് നമ്മുടെ മനസ്സ് അങ്ങനെ പറയുന്നു, ആ ലിമിറ്റേഷൻസ് എന്താന്നുള്ള കാര്യം കൃത്യമായിട്ട് പോയിന്റ് ഔട്ട് ചെയ്യാം. അത് പോയിന്റ് ഔട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അതിന് വേണ്ടിയുള്ള ആ ഒരു ലിമിറ്റേഷൻ ഓവർകം ചെയ്യാനുള്ള പോസിറ്റീവ് അഫർമേഷൻ കൊണ്ടുവരാം. ഓക്കെ, ഇതാണ് ചെയ്യേണ്ടത്. മനസ്സ് നമ്മളോട് അത് നടക്കില്ല എന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ ലിമിറ്റേഷൻ എടുക്കുക, അതിനെതിരായിട്ടുള്ള ആ ലിമിറ്റേഷൻ ഓവർകം ചെയ്യാനുള്ള പോസിറ്റീവ് ആയിട്ടുള്ള അഫർമേഷൻ കൊണ്ടുവരാം. ഇത്രയൊക്കെയുള്ളൂ ചെയ്യേണ്ടത്. നമ്മുടെ ലൈഫിനെ ഒന്ന് ഓഡിറ്റ് ചെയ്യുക, ഇതുവരെ എന്തൊക്കെ നടന്നു, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്, നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ ലെവൽ ഒന്ന് മാർക്ക് ചെയ്യുക. ദെൻ അത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗോൾ സെറ്റ് ചെയ്യുക. ഗോൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഗോൾ നമ്മുടെ മനസ്സ് അതിനെതിരായി ഓപ്പോസിറ്റ് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് പറയുന്നുണ്ടെങ്കിൽ, നടക്കില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ, എവിടെയെങ്കിലും ഒരു നെഗറ്റീവ് ചിന്ത ഉണ്ടെങ്കിൽ അത് നടക്കില്ല. അപ്പൊ മനസ്സ് അത് നടക്കില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് നടക്കാത്തെന്നുള്ള ലിമിറ്റേഷൻ എഴുതി വെക്കുക. ആ ലിമിറ്റേഷനെ ഓവർകം ചെയ്യാനുള്ള ഒരു പോസിറ്റീവ് അഫർമേഷൻ കൊണ്ടുവരാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇപ്പൊ ക്ലിയർ ആയിട്ടൊരു ഗോൾ ഉണ്ട്, നമുക്കൊരു ക്ലിയർ ആയിട്ടൊരു വിഷൻ ഉണ്ട്. ഇനി എന്ത് ചെയ്യാം, ആ വിഷൻ ഇപ്പൊ എന്തോ ആയിക്കോട്ടെ, റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, കരിയർ ആയിക്കോട്ടെ, ഹെൽത്ത് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, ആ വിഷനൊക്കെ ഇപ്പൊ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച ഗോളിനൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പിക്ചർ എടുത്ത് വെക്കാം. ഈ പിക്ചർ എടുക്കുന്ന കാര്യം വളരെ രസമാണ്. പല ആളുകളും പിൻട്രസ്റ്റിൽ പോയിട്ട് ഭയങ്കര എസ്തെറ്റിക് ആയിട്ടുള്ള കുറെ പിക്ചേഴ്സ് ഒക്കെ ഡൗൺലോഡ് ചെയ്യും, കാണാൻ നല്ല ഭംഗിയുള്ള കുറെ പിക്ചേഴ്സ് ഒക്കെ ഡൗൺലോഡ് ചെയ്യും. അങ്ങനെ ഡൗൺലോഡ് ചെയ്യുന്നതിന് പകരം ഇപ്പൊ ഞാൻ എന്റെ കരിയർ എന്ന് ആലോചിക്കുമ്പോൾ എന്റെ മൈൻഡിൽ എന്താണോ വരുന്നത്, എന്റെ മൈൻഡിൽ എന്നെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പിക്ചർ ഇല്ലേ, ആ പിക്ചറാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെക്കേണ്ടത്. നമ്മൾ നിൽക്കുന്നത് ഇവിടെയാണ്, ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന പിക്ചർ വേറെ എന്തോ ആണെന്നുണ്ടെങ്കിൽ അത് വർക്കാവില്ല. അപ്പൊ നമ്മൾ പ്രോപ്പർ ആയിട്ട്, എന്റെ ഹെൽത്ത് ഞാൻ ആലോചിക്കുമ്പോൾ അത് ഏത് രീതിയിലുള്ള ഒരു ഇമേജ് ആണ് എന്റെ മൈൻഡിൽ വരുന്നത്, ആ ഇമേജ് ആണ് ഡൗൺലോഡ് ചെയ്യുന്നത്. അതായത് നമ്മളോട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇമേജ് ആണ് ഡൗൺലോഡ് ചെയ്യേണ്ടത്. ഓക്കെ, അങ്ങനെ കുറെ ഇമേജുകൾ ഡൗൺലോഡ് ചെയ്ത് വെക്കുക, അതൊരു ബോർഡാക്കി സെറ്റ് ചെയ്യുക. ഇനി പ്രിന്റ് എടുക്കുന്ന സമയത്ത് പല ആളുകൾക്കും അത് പ്രിന്റ് എടുക്കുക, അത് കട്ട് ചെയ്യുക, ഒട്ടിക്കുക. സത്യം പറഞ്ഞാൽ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പൊ പിൻട്രസ്റ്റിൽ ഒരുപാട് പിക്ചേഴ്സ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. പിൻട്രസ്റ്റ് പോവുക, അപ്പൊ ഹെൽത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള നമുക്ക് കണക്ട് ആവുന്ന പിക്ചർ, വേറെ ആരുടെയോ പിക്ചർ അല്ല, നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന പിക്ചർ, എസ്തെറ്റിക് വൈബ് പിടിക്കുന്നതിന് പകരം നമ്മളോട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പിക്ചർ ഡൗൺലോഡ് ചെയ്തെടുക്കാം. അങ്ങനെ നമുക്ക് വേണ്ട ഓരോ കാര്യങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇനി വിഷൻ ബോർഡ് സെറ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും വലിയ വലിയ കാര്യങ്ങൾ മാത്രമല്ല, കുഞ്ഞു കാര്യങ്ങൾ, നമ്മുടെ കുഞ്ഞു ആവശ്യങ്ങൾ, കുഞ്ഞു ഡ്രീംസും അതിനകത്ത് വെക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ പിൻട്രസ്റ്റ് പോയി കഴിഞ്ഞാൽ ഒരുപാട് പിക്ചേഴ്സ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഡൗൺലോഡ് ചെയ്തെടുക്കുക, അതിൽ തന്നെ ഒരു കൊളാഷ് ആയി സെറ്റ് ചെയ്യാം. സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഡെയിലി കാണാൻ പറ്റുന്ന രീതിയിൽ, നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന സാധനമാണ് ഫോൺ അല്ലേ, അപ്പൊ ഡെയിലി കാണാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ ഫോണിൽ തന്നെ ഒരു വാൾപേപ്പർ ആയിട്ട് സെറ്റ് ചെയ്താൽ മതി, അത് ഡെയിലി കാണും. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലൊരു ആ ഒരു കൊളാഷ് ഇതുപോലെ ഞാൻ ചെറുതായിട്ടൊന്ന് പ്രിന്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു കൊളാഷ് ഇതുപോലെ പ്രിന്റ് എടുത്ത് വെക്കാവുന്നതാണ്. പ്രിന്റ് എടുത്ത് വെച്ചാൽ മാത്രം പോരാ, എവിടെയെങ്കിലും അലമാരയിൽ വെച്ചാൽ പോരാ, പ്രിന്റ് എടുത്തതിന് ശേഷം ഡെയിലി കാണാവുന്ന രീതിയിൽ ഒട്ടിക്കുക. അപ്പൊ മാത്രമേ നമ്മുടെ ബ്രെയിൻ അത് ഡെയിലി കാണും, അതിനെ ക്യാപ്ചർ ചെയ്യും, നമ്മൾ അറിയാണ്ട് അതിനുവേണ്ടി വർക്ക് ചെയ്യും ചെയ്യുള്ളൂ. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഫോണിൽ വെക്കുക ഏറ്റവും സേഫ് ആണ്, ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഫോൺ നമ്മൾ ഡെയിലി നോക്കുന്നതാണല്ലോ. ഇത്രേ ഉള്ളൂ വിഷൻ ബോർഡ്. പ്രോപ്പർ ആയിട്ട് നമ്മളെ തന്നെ തിരിച്ചറിയാം, നമ്മൾ സെൽഫ് അവയർനെസ് ഉള്ള ഒരു കാര്യം ഉണ്ടാക്കി എടുക്കുക, നമുക്ക് വേണ്ട കാര്യങ്ങളുടെ ക്ലിയർ ആയിട്ടൊരു ഗോൾ സെറ്റ് ചെയ്യുക. ഇത് മാത്രമേ ഉള്ളൂ. അതിനെ പിക്ചർ ആക്കുന്നതും കൊളാഷ് ഉണ്ടാകുന്നതൊക്കെ പിന്നെ സ്വയം നമ്മൾ ഇവിടെയാണ് അത് ക്രിയേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇവിടെയാണ് അത് ക്രിയേറ്റ് ചെയ്യേണ്ടത്, എന്താണ് വേണ്ടത് നല്ല പ്രോപ്പർ ആയിട്ടുള്ള ഡയറക്ഷൻ ബ്രെയിനിന് കൊടുക്കുന്നു. ആ കൊടുക്കുന്ന ഡയറക്ഷൻ അല്ലെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്ന ഗോളിൽ നിന്ന് നമ്മൾ ഡീവിയേറ്റ് ചെയ്ത് പോവാതിരിക്കാൻ വേണ്ടി അതൊരു ബോർഡാക്കി അല്ലെങ്കിൽ കൊളാഷാക്കി നമുക്ക് തന്നെ കാണാൻ പറ്റുന്ന രീതിയിൽ
വെക്കുന്നു, സെറ്റ് ചെയ്യുന്നു. ഇത്രേ ഉള്ളൂ വിഷൻ ബോർഡ്. ഒരു കാര്യം മനസ്സിലാക്കണം, ഇതെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്നത് നമ്മൾ അറിയാതെ തന്നെ ബ്രെയിൻ പണിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ബ്രെയിൻ അത് ക്യാപ്ചർ ചെയ്ത് അതിനു വേണ്ടി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ നമ്മൾ ഇതിലൊരു എഫേർട്ട് ഇടണം. വർക്ക് ചെയ്യാണ്ട് ഒരു കാര്യം നടക്കില്ല. അതിനകത്ത് ഒരു മാജിക്കും നടക്കാൻ പോകുന്നില്ല. അത് കൃത്യമായിട്ട് കാണുന്ന സമയത്ത് നമ്മൾ നമ്മളെ തന്നെ ഗോളിൽ ഫോക്കസ് ചെയ്യും. നമ്മൾ അത് ചെയ്യാൻ വേണ്ടി കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യും. ഇത്രേ ഉള്ളൂ. അതുകൊണ്ട് ആക്ഷൻ ഇല്ലാതെ വെറുതെ ഒരു സംഭവം ഒട്ടിച്ചു വെച്ചുകൊണ്ട് ഒന്നും നടക്കാൻ പോകുന്നില്ല. ആക്ഷൻ ആണ് മെയിൻ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഇത് 2026 നല്ലൊരു തുടക്കമാവട്ടെ. നിങ്ങളുടെ ആഗ്രഹങ്ങളും നിങ്ങളുടെ പ്ലാനുകളും സ്വപ്നങ്ങളും എല്ലാം അടിപൊളിയാവട്ടെ. ഓക്കെ, അപ്പൊ എല്ലാവരും വിഷൻ ബോർഡ് സെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനിയും സമയമുണ്ട്. ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് നോക്കുക. 2026 കഴിയുമ്പോൾ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ നടന്നു എന്നുള്ളത് നമുക്ക് തന്നെ ചെക്ക് ചെയ്യാവുന്നതാണ്. നമുക്കത് കാണുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് വളരെ വലുതായിരിക്കും. അപ്പൊ എല്ലാവരും ഹാപ്പി ആയി സെറ്റ് ആയിട്ടിരിക്കുക. എല്ലാവർക്കും ഹാപ്പി 2026.